ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, അരുവിപ്പുറം ക്ഷേത്രത്തിലെ ആദ്യകാല പൂജാരിയും ഗുരുദേവ ശിഷ്യനുമായ ഭൈരവൻ ശാന്തി ഒരു ദിവസം രാത്രിയിൽ മുറ്റത്തിറങ്ങി നോക്കുമ്പോൾ ഒരാൾ ആകാശത്തിലേക്ക് ഉയർന്നു പോകുന്നതായി കാണുകയുണ്ടായി. അദ്ദേഹം അത് കണ്ട് അത്ഭുതസ്തബ്ധനായി നിൽക്കുമ്പോൾ ഗുരുദേവനടുത്ത് വന്ന്, നമ്മുടെ ഒരാൾ ഇവിടെ വന്നിട്ട് പോയി, നീ കണ്ടില്ലേ എന്ന് ചോദിച്ചു. പിന്നീട് ഗുരുദേവൻ അദ്ദേഹത്തോട് പറഞ്ഞു, സിദ്ധസാധ്യന്മാരും മറ്റുമുള്ള പ്രദേശമാണിത്, നീ ഭയപ്പെടേണ്ട. പിന്നീടൊരു ദിവസം രാത്രിയിൽ ഭൈരവൻ ശാന്തിക്ക് എങ്ങു നിന്നോ ഒരു സുഗന്ധം വരുന്നതായി അനുഭവപ്പെട്ടു. ഉണർന്നു നോക്കിയപ്പോൾ സുഗന്ധം സർവത്ര വ്യാപിച്ചു നിൽക്കുന്നതായി തോന്നി. എവിടെ നിന്നാണ് ഈ സുഗന്ധം വരുന്നത് എന്നറിയാൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ കുറച്ചകലെയുള്ള പ്ലാവിൻ്റെ ചുവട്ടിൽ ഗുരുദേവൻ നിൽക്കുന്നതായി കണ്ടു. ഉടൻ തന്നെ ഗുരു അവിടെ നിന്നും അപ്രത്യക്ഷനായതായും കണ്ടു. ഗുരു എവിടെ പോയതായിരിക്കും എന്നറിയാൻ അദ്ദേഹം ചുറ്റുപാടും നോക്കി, പക്ഷേ കണ്ടില്ല. സുഗന്ധം വരുന്ന വഴി തേടി മുൻപോട്ട് നടന്നു. ഇപ്പോൾ അദ്ദേഹം കൊടികുത്തിമലയുടെ മുകളിലേക്കുള്ള വഴിയെയാണ് പോകുന്നത്. അല്പം അകലെ ഗുരുദേവനും മറ്റു രണ്ടുപേരും നിൽക്കുന്നതായി കണ്ടു. ആരായിരിക്കും അവർ? എന്തിനാണ് ഗുരുദേവനും അവരും ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കവേ ഗുരുദേവൻ ഭൈരവൻ ശാന്തിയെ കണ്ടു. ഗുരു അദ്ദേഹത്തോട്, വേഗം മടങ്ങിപ്പോകൂ, ഇനിമേലാൽ രാത്രിയിൽ എൻ്റെ പിന്നാലെ വരരുത് എന്ന് പറഞ്ഞു. ഭൈരവൻ ശാന്തി വേഗം തിരിച്ചു പോന്നു. അദ്ദേഹത്തിന് ഭയം മൂലം അന്ന് രാത്രിയിൽ പിന്നീട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ ഭൈരവൻ ശാന്തി ഗുരുദേവൻ്റെ പാദനമസ്കാരം ചെയ്ത സമയത്ത് ഗുരുദേവൻ തൻ്റെ ശുദ്ധമനസ്കനായ ശിഷ്യനോട് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ പ്രവൃത്തികൾ സിദ്ധസാധ്യന്മാർക്ക് അനിഷ്ടകരമായി തോന്നാതിരിക്കാൻ ശ്രദ്ധിക്കണം. മറ്റൊരു ദിവസം ഗുരുദേവനും അനുചരന്മാരായ ഭക്തന്മാരും ഒരുമിച്ച് ഇരുവശവും ഉയരത്തിൽ കെട്ടിയ കയ്യാലയ്ക്ക് ഉള്ളിലുള്ള ഇടുങ്ങിയ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ദൂരെ നിന്നും ഒരു ആരവം കേൾക്കുന്നു. വേഗം വഴിയിൽ നിന്ന് എല്ലാവരും മാറൂ എന്ന് ആളുകൾ വിളിച്ചു പറയുന്നു. ഇത് കേൾക്കുന്ന മാത്രയിൽ തന്നെ ഒരു പോത്ത് എതിരെ പാഞ്ഞു വരുന്നതാണ് കാണുന്നത്. ഗുരുവിൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാം ഭയന്ന് സ്തബ്ധരായി. രക്ഷപ്പെടാനൊരു മാർഗവുമില്ല. പോത്തിൻ്റെ ആക്രമണം തീർച്ചയാണ്. ഈ സമയത്ത് ഗുരുദേവൻ ഹ എന്ന് ശബ്ദിച്ചുകൊണ്ട് കൈകൾ ആ പോത്തിൻ്റെ നേരെ വിടർത്തി. മുക്കറയിട്ട് പാഞ്ഞു വരുന്ന പോത്ത് ആരോ പിടിച്ചു നിർത്തിയതുപോലെ അവിടെ നിന്നു. മയക്കം ബാധിച്ചതുപോലെ അത് തല താഴ്ത്തി ശാന്തമായി നിന്നു. ഗുരുദേവൻ കൂട്ടത്തിൽ ഉള്ളവരോട് കടന്നുപോയിക്കൊള്ളാൻ പറഞ്ഞു. അവർ കടന്നുപോയി കഴിഞ്ഞപ്പോഴേക്കും പോത്തിൻ്റെ ഉടമസ്ഥൻ വന്ന് അതിനെ കയറിട്ട് കെട്ടി പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. നമസ്കാരം.